ഊരമനയിൽ കിണർ ഇടിഞ്ഞതാണ്. അതിശക്തമായ മഴയെ തുടർന്ന് ഊരമന പാലച്ചുവട്ടിൽ മോഹനൻ്റെ വീട്ടുമുറ്റത്തെ കിണറാണ് വെളുപ്പിന് 3 മണിയോടെ അതിശബ്ദത്തോടെ ഇടിഞ്ഞതാണത്. 3 മണിക്ക് 3:30 ഒരു ശബ്ദത്തോടു കൂടിയാണ് ഇതിൻ്റെ ഒച്ച കേട്ട് ഞാൻ ഇറങ്ങി നോക്കിയപ്പോഴാണ് കിണർ മൊത്തം ഇടിഞ്ഞു പോകുന്നത്. ഭയങ്കര സൗണ്ടായിരുന്നു ഭൂമിയുടെ അടിക്കുന്ന. ഭൂമിക്കടിയിൽ നിന്ന് അതിശക്തമായ ശബ്ദം കേട്ടെന്ന് മോഹനൻ ചേട്ടൻ പറഞ്ഞു. തൊട്ടടുത്ത് താമസിക്കുന്നവർക്ക് ഭൂചലനം ഉണ്ടാകുന്നതായാണ് തോന്നിയത്. 44 വർഷം മുമ്പ് 1981 രാമമംഗലം ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയതാണ് ഈ കിണർ. സമീപവാസികൾ ഈ കിണറ്റിൽ നിന്നുമാണ് കുടിവെള്ളം ഉപയോഗിച്ചിരുന്നത്. 1981 നിർമ്മിച്ച കിണറാണ്. 44 വർഷമായി. ചുറ്റുവട്ടമൊക്കെ എല്ലാവരും ഇവിടെ നിന്നാണ് വെള്ളം കോരിക്കൊണ്ടിരുന്നത്. മഴ ശക്തമാകുന്നതോടെ കേരളത്തിൽ പല പ്രദേശങ്ങളിലും കിണർ ഇടിഞ്ഞു താഴുന്ന സംഭവം ആവർത്തിക്കുന്നുണ്ട്. ഇത്തരം പ്രതിഭാസങ്ങളെപ്പറ്റി മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പോ പരിസ്ഥിതി വകുപ്പോ വിശദമായ പഠനം നടത്തേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. ഇതിനു മുമ്പ് 2018 കിണർ ഇടിഞ്ഞു താഴുന്ന പ്രതിഭാസം ഊരുമനയിൽ ഉണ്ടായിട്ടുണ്ട്. അന്ന് കാവനാത്തോട്ടത്തിൽ KS ലാലിൻ്റെ വീട്ടുമുറ്റത്ത് മനോഹരമായി ചുറ്റുമതിൽ നിർമ്മിച്ചിരുന്ന കിണറാണ് ഇടിഞ്ഞതാണത്. സോയിൽ പൈപ്പിംഗ് എന്ന പ്രതിഭാസം കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്ന് വിശദമായ പഠനം നടത്തേണ്ടത് ഈ പ്രദേശത്തിൻ്റെ ആവശ്യം തന്നെയാണ്.